നിയമസഭയിൽ ശബരിമല പ്രശ്നം ഉയർത്തി സമരത്തിലാണ് പ്രതിപക്ഷം. ഇന്ന് പ്രഖ്യാപിച്ചത് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഞങ്ങൾ സമരം ചെയ്യും. നിയമസഭ ഇന്ന് താൽക്കാലികമായി പിരിഞ്ഞു. ഇനി സമരം പുറത്തേക്ക് കൊണ്ടുപോകും. തെരുവിൽ ഇനി സമരത്തിൻ്റെ നാളുകളാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചാണ് സഭയിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇറങ്ങി വരുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ ഒരു ബാനർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ ബാനറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പ്രേക്ഷകർക്ക് കാണാം: അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ, അമ്പലം വിഴുങ്ങികൾ. ഇതാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ആ ബാനറാണ് വലിച്ചു പിടിച്ചിരിക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ. ആരാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ എന്ന് ഈ ബാനർ വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങൾ തന്നെയാണ് എന്ന്. അതിനുശേഷം പറയുന്നു അമ്പലം വിഴുങ്ങികൾ. ആരാണ് അമ്പലം വിഴുങ്ങികൾ? ഞങ്ങൾ തന്നെയാണ് എന്ന് വെച്ചാൽ പിടിച്ച ബാനർ UDF തന്നെ തിരിച്ചടിയായി എന്നർത്ഥം. ബാനറിൽ LDF നേതാക്കളാണ് അയ്യപ്പന് സ്വർണം കട്ടവർ എന്ന് പറയുന്നില്ല, അമ്പലം വിഴുങ്ങികൾ എന്നും പറയുന്നില്ല. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കൾ നിരന്നു നിൽക്കുന്നുണ്ട്. UDF എല്ലാ MLA മാരുമുണ്ട്. അവരാണ് ഈ ബാനർ പിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ ബാനർ കാണുമ്പോൾ തോന്നുക ഞങ്ങൾ തന്നെയാണ് അമ്പലം വിഴുങ്ങുകൾ, ഞങ്ങൾ തന്നെയാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ എന്ന്. അറിയാതെ എഴുതിപ്പോയതാണെങ്കിലും അതിലൊരു സത്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുടെ സൂത്രധാരൻ. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്? എപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് KC വേണുഗോപാൽ സംസ്ഥാനത്തിൻ്റെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുമ്പോൾ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയെ ചോദ്യം ചെയ്യണം, അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ട് UDF നേതാക്കളിൽ. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നവരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിനെയും ചോദ്യം ചെയ്യണ്ടേ? KC വേണുഗോപാലിനെയും അറസ്റ്റ് ചെയ്യണ്ടേ? ഇനിയിപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ്? കോൺഗ്രസ് നേതാവ്. ഈ കവർച്ച മുഴുവൻ നടക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ്? PR ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ്. കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്, അത് അജയ് തറയിലാണ്, കോൺഗ്രസ് നേതാവ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളുടെ കാലത്താണ് കവർച്ച നടക്കുന്നത്. കോൺഗ്രസ് നേതാവിൻ്റെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറുന്നത്. പോറ്റിയും തന്ത്രിയുമായുള്ള ബന്ധം എന്താണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. സ്വർണം കട്ടവനും കട്ട സ്വർണം വാങ്ങിയവനും എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി? അവരുടെ കൂടെ എങ്ങനെ അടൂർ പ്രകാശും അതേപോലെ ആന്റണിയും പെട്ടു സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി? വലിയ ചോദ്യങ്ങളാണ്. ഒരു ഉത്തരവും പറയുന്നില്ല. സോണിയാഗാന്ധി ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുന്നില്ല. ഇനി അവർ നൽകുന്നില്ല, പോകട്ടെ. AICC ജനറൽ സെക്രട്ടറി ഉണ്ട് KC വേണുഗോപാൽ, മിണ്ടുന്നില്ല. KC വേണുഗോപാലാണ് രണ്ടുപേരെയും സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത് എന്ന് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച നടന്നത് എന്ന അനുമാനത്തിലേക്കാണ് SIT പോലും എത്തുന്നത്. വിശദമായ പരിശോധന ഉണ്ടാകേണ്ടതുണ്ട് എന്ന് SITക്ക് ബോധ്യപ്പെട്ടു. അതേപോലെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനും ബോധ്യപ്പെട്ടു. കേസ് അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. പിടിക്കപ്പെട്ടവരെല്ലാം ചെറിയ മീനുകളാണോ? വലിയ മീനുകൾ പുറത്ത് നിൽക്കുന്നുണ്ടോ? അവരെയും കൂടി പിടിക്കേണ്ടേ എന്ന രീതിയിൽ ഹൈക്കോടതി പരാമർശം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതികൾ ജാമ്യം കിട്ടി പുറത്തു വന്നാലും അന്വേഷണം എവിടെയും തെറ്റില്ല, അന്വേഷണം അട്ടിമറിക്കപ്പെടില്ല, ഞങ്ങളുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി. അതുകൊണ്ടാണ് അമ്പലം വിഴുങ്ങികൾ ആരാണ്, അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ ആരാണ്, അത് ഞങ്ങൾ തന്നെയാണ് എന്ന് അറിയാതെ വിളിച്ചു പറയുകയാണ് പ്രതിപക്ഷ നേതാക്കൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്.